നമസ്കാരം. നിർമ്മിതി ക്രിയേറ്റിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ എൻ്റെ വീടാണ് കണ്ടത്, വീടിൻ്റെ പുറമേ നിന്നുള്ള ഭാഗങ്ങൾ. ഇന്ന് വീടിൻ്റെ അക ഭാഗങ്ങളാണ് കാണുന്നത്. എൻ്റെ വീട് ട്രിപ്പിൾ ബെഡ്റൂം, 3 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, ആ രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ അകവശം കാണുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അകവശം നമ്മുടെ എംബ്രിക്സ് വെച്ച് ചെയ്ത പ്ലാസ്റ്റർ ചെയ്യാത്ത ഭാഗങ്ങളാണ്. എൻ്റെ വീട് നിർമ്മിച്ചിരിക്കുന്ന എംബ്രിക്സ്, സിമെൻറ്റും മണ്ണും ചേർന്ന എംബ്രിക്സ് വെച്ചാണ് വീട് നിർമ്മിച്ചത്. വീടിൻ്റെ അകം ഭാഗം, ഹാള്, കിച്ചണ്, അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ബ്രിക്സിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. റൂമുകൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്താണ് ചെയ്തത്. റൂമുകൾ നല്ല പ്ലാസ്റ്റർ ചെയ്താണ് 3 റൂമും ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാത്റൂമും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കി കിച്ചണ്, ഹാള്, ഡൈനിങ് ഹാളെല്ലാം പ്ലാസ്റ്റർ ചെയ്യാതെ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നത് നമ്മുടെ വലിയൊരു ഹാളിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ സ്ലാബിന് മുകളിലായിട്ട് റൂഫിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. റൂഫിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രഡീഷണൽ ടൈപ്പ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ട്രഡീഷണൽ ടൈപ്പ് ഒരു വീട് കിട്ടി. അതുപോലെ തന്നെ ആ ഒരു സ്പേസ്, ഒരു 100 പേരിൽ കൂടുതൽ ഇരുന്ന് ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ആ വീടിൻ്റെ മുകളിൽ ലഭിച്ചു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്പേസ് നമുക്ക് ആവശ്യത്തിന് ലഭിച്ചു. അതിന് മുകളിലായിട്ട് നമ്മുടെ സ്റ്റെയർ റൂമിൻ്റെ മുകളിൽ നമ്മൾ വീടിൻ്റെ വാട്ടർ ടാങ്ക് അവിടെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഈ വാട്ടർ ടാങ്ക് സ്ക്വയർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്, സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു നല്ല ബാൽക്കണി സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.